അറിയില്ലായിരുന്നു ചൈനാമാൻ ബോളിംഗ് ആണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ അറിയാണെങ്കിൽ അന്ന് ഹോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഘ്നേഷിന്റെ കരിയറിലെ തന്നെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു മുഹമ്മദ് ഷെരീഫ് കൊടുത്ത നിർദ്ദേശം. ഒരു ഉസ്താദാണ് നമ്മുടെ ഷമ്മി. കളിക്കുന്നതിന് സമയത്ത് അദ്ദേഹത്തിന് വെള്ളം കുടിച്ചപ്പോൾ നോമ്പാണ്, വെള്ളം കുടിച്ചുകൊണ്ട് ഷമ്മി ക്രിമിനലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വന്നിരുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തർക്കിക്കുന്നതും നമുക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്ന ആയ ഉസ്താദുമാരെ കണ്ടിട്ട് അദ്ദേഹമായിട്ട് ഇദ്ദേഹത്തെ കമ്പയർ ചെയ്യല്ലേ, ഒന്ന് ഹഗ് ചെയ്യുക. പിന്നീട് നമ്മൾ ഓർത്ത് വരുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. വിഘ്നേഷിന്റെ കോച്ചുമെല്ലാം പറഞ്ഞ ഷെരീഫ് വിഘ്നേഷിന്റെ കരിയറിൽ തന്നെ ടേണിംഗ് പോയിന്റ് ആയ ചൈനമാൻ ബോളിംഗിലേക്ക് വിഘ്നേഷ് എത്താൻ കാരണക്കാരനായ ആ മുഹമ്മദ് ഷെരീഫാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. ഷെരീഫ് ഇപ്പോൾ ഉസ്താദാണ് അല്ലേ? അത് വിഘ്നേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ചൈനമാൻ ബോളിംഗ് ആണ് എറിയുന്നതെന്ന് അറിയില്ലായിരുന്നു, ഈ ഷെരീഫാണ് അതിലേക്ക് നയിച്ചത്, അങ്ങനെ എറിഞ്ഞ് നോക്കൂ എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ വിഘ്നേഷിന് അതിലേക്ക് നയിച്ചത്, ചൈനമാൻ ബോളിംഗിലേക്ക് എത്തിച്ചത്? അല്ല, എനിക്കും അറിയില്ലായിരുന്നു ചൈനാമാൻ ബോളിംഗ് ആണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അതിന് അങ്ങനെ ഒരു പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ലെഗ് സ്പിൻ എന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. വലത് കൈ കൊണ്ട് എറിയുമ്പോൾ ലെഗ് സ്പിൻ എന്നും ഇടത് കൈ കൊണ്ട് എറിയുമ്പോൾ അതിന് ചൈനാമാൻ എന്നും പേര് വരുന്നതാണ്. അപ്പോൾ ഞാൻ അവനക്ക് പറഞ്ഞു കൊടുത്തത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ലെഗ് സ്പിൻ അറിയണം. പക്ഷേ എനിക്ക് എൻ്റെ ലെങ്ത് ഒന്നും ശരിയായിരുന്നില്ല ലെഗ് സ്പിൻ അറിയുമ്പോൾ. അപ്പോൾ ഞാൻ അതിൻ്റെ പക്ഷേ ലെഗ് സ്പിന്നിന് വേണ്ടി ഞാൻ കുറച്ചെല്ലാം നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ അറിയുകയാണെങ്കിൽ അവൻ ആദ്യം മീഡിയം ബേസാണ് എറിഞ്ഞിരുന്നത്. അപ്പോൾ മീഡിയം ബേസ് എറിയാനുള്ള ബോഡി വെയിറ്റും മറ്റു കാര്യങ്ങളൊന്നും അവന് ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ. പിന്നെ അവന് ഷറായി ഫിറ്റായി. ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞത് ലെഗ് സ്പിൻ എറിഞ്ഞു. ലെഫ്റ്റ് ഹാഫ് സ്പിന്നിന് ചാൻസ് ആണ്, പക്ഷേ ഒന്നുകൂടെ ലെഗ് സ്പിൻ ആകുമ്പോൾ ഒന്നുകൂടെ കൺട്രോൾ ഒന്നുകൂടെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവന് ലെഗ് സ്പിന്നിൻ്റെ ചില ടെക്നിക്കലും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ, അല്ലാതെ അതിൻ്റെ കൃത്യമായ കാര്യങ്ങളല്ല, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എന്ത് ചെയ്തു, അവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവനത് ഞാൻ പറഞ്ഞു കൊടുത്തതിനേക്കാളും ഭംഗിയായിട്ട് അവൻ എന്ത് ചെയ്തു, അത് ചെയ്തു. പിന്നെ അത് മാത്രമല്ല അത് കൃത്യമായിട്ടും ഫോളോ അപ്പ് ചെയ്തു. ക്യാമ്പിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും ക്യാമ്പിൽ കൊണ്ടുപോയിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പിൽ എൻ്റെ റിസ്കിൽ ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യും. സാർ പറഞ്ഞ പോലെ പിന്നെ ഒരു അനുസരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. എന്ത് പറഞ്ഞാലും അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഓന് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. വിഘ്നേഷിന്റെ അച്ഛനും അമ്മയായാലും കോച്ചായാലും ഒക്കെ താങ്കളുടെ പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് വിഘ്നേഷിന്റെ ഒപ്പം ഉണ്ടായിരുന്ന വിഘ്നേഷിന്റെ കരിയറിന്റെ തുടക്കത്തിൽ സ്വാധീനിക്കാൻ പറ്റിയത്? വിഘ്നേഷിനെ ഒരുമിച്ചായിരുന്നോ ഈ അക്കാഡമിയിലൊക്കെ? അല്ല, ഞങ്ങൾ ക്യാമ്പിലായിരുന്നു. പ്രൈവറ്റ് ക്യാമ്പാണ് വിജയകുമാർ സിന്റെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പ്. അപ്പോൾ അവിടെ ഞാൻ ആദ്യം പോയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ക്രിക്കറ്റ് പഠിച്ച് തുടങ്ങുമായിരുന്നു. ആ സമയത്താണ് ഞാൻ നാട്ടിൽ വരും. അപ്പോൾ നാട്ടിലുള്ള കുട്ടികളൊക്കെ ഞാൻ കളിക്കും. പക്ഷേ എല്ലാ കുട്ടികളോടും കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇങ്ങനെ റിവ്യൂയും മറ്റൊക്കെ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഇവന് കൈ നിർത്തി എറിയും. അതുപോലെ തന്നെ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഫുൾ ലെങ്ത് വരുമ്പോൾ ഫ്രണ്ടിലും ഷോർട്ട് ലെങ്ത് വരുമ്പോൾ ബാക്കിൽ ഇറങ്ങിയിട്ടൊക്കെ കളിക്കുന്നത് കാണാൻ പറ്റി. അപ്പോൾ ഏതൊരു ക്രിക്കറ്റ് പഠിക്കുന്ന ഒരാൾക്ക് പോലും മനസ്സിലാവും അവനിലൊരു ക്രിക്കറ്റർ ഉണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവനടുത്ത് കുറച്ച് ഉപദേശങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ക്യാമ്പൊക്കെ ഉണ്ട്, ഇതിലൊക്കെ പോയാൽ നല്ല എന്ത് ചെയ്യും, ഉയരത്തിലേക്ക് എത്താൻ പറ്റും. ഒരു ക്രിക്കറ്റർ ഓൾറെഡി എന്നിൽ ഉണ്ട് സംസാരിക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ സാറിനോട് സംസാരിച്ചു, എൻ്റെ വീട്ടിൽ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു 2 വർഷം 3 വർഷക്കാലത്തോളം. എൻ്റെ ബൈക്കിൽ പോകും, ഇല്ലാത്ത സമയത്ത് എൻ്റെ അച്ഛൻ്റെ വണ്ടിയിൽ പോകും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു 2-3 വർഷം. പിന്നെ അവൻ അണ്ടർ 14 ടീമിൽ കിട്ടി, എനിക്ക് അണ്ടർ 19 ടീമിൽ കിട്ടി. ഞാൻ അണ്ടർ 19 ലെവലിൽ കളിച്ചു, അവൻ അണ്ടർ 14 ലെവലിലും കളിച്ചു. പിന്നെ ഓന് ഉയർന്നു പോയി. എനിക്ക് അണ്ടർ 19 പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല. അവർക്ക് അണ്ടർ 14 നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് സ്റ്റേറ്റ് ലെവലിലെത്തി, ക്യാപ്റ്റനായി, വൈസ് ക്യാപ്റ്റൻ, അങ്ങനെ ഓരോ ഇതിലേക്ക് എത്തി. 16 കളിച്ചു. പിന്നെ ഓരോ സ്റ്റേറ്റ് ക്യാമ്പിലും മറ്റൊക്കെ അറ്റൻഡ് ചെയ്തു. സീനിയർ ടീമിലേക്ക് അവൻ എന്ത് ചെയ്തില്ല, പരിഗണിക്കപ്പെട്ടില്ല. പക്ഷേ പിന്നെ ഇപ്പം മുംബൈ ഇന്ത്യൻസിൽ വരെ അവനെത്തി നിൽക്കാൻ സന്തോഷം. അപ്പോഴും താങ്കൾ കൂടെ വിഘ്നേഷിന്റെ പേരിനൊപ്പം അറിയപ്പെടുകയാണ്. താങ്കൾ ഒരു ഫാസ്റ്റ് ബോളർ ആയിരുന്നു. എങ്ങനെയാണ് താങ്കളുടെ ഒരു കരിയർ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ജീവിതം എങ്ങനെയായിരുന്നു? അല്ല, ഞാനൊരു ഫാസ്റ്റ് ബോളർ, ഞാനൊരു ഓഫ് സ്പിന്നറായിരുന്നു. പിന്നെ ഓൻ്റെ കൂടെ അറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അറിയപ്പെടാൻ യോഗ്യതയില്ല സത്യത്തിൽ. ഇതിലിപ്പോൾ ഏത് നാട്ടിലാണെങ്കിലും അങ്ങനെ ഒരാൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടാൽ അവർ എന്ത് ചെയ്യും, പറയും. ആ ഒരു ചെറിയ ഉപദേശം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോൾ അവനാണ് സത്യത്തിൽ ഇത് എന്ത് ചെയ്തത്, ഇത് സംഭവിക്കുന്നത്. എനിക്ക് പോലും ഓർമ്മ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. ഞാനാണിത് തുടക്കത്തിൽ പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നത്. നമ്മൾ എല്ലാവരും നാട്ടിൽ പരസ്പരം സഹകരിക്കുമല്ലോ. ആ ഒരു സഹകരണത്തിനപ്പുറത്തേക്ക് ഇതിലൊന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. വലിയൊരു പ്രതീക്ഷ അവിടെ അവശേഷിക്കണം. ഈ കോച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ മത്സരം നടക്കുന്ന ആ 9 മണി വരെ ഇന്ത്യയിൽ ഒരു ചൈനമാൻ ബോളർ ഉണ്ട്, കുൽദീപ് യാദവാണ്. ഇനി അത് വിഘ്നേഷ് കൂടി ആവുകയാണ്. അത്തരത്തിൽ വലിയൊരു പ്രതീക്ഷയോടെ കാണുകയാണല്ലേ വിഘ്നേഷിന്റെ കരിയറിനെ? തീർച്ചയായും. ഇപ്പോൾ ഇന്നലെ 9 മണി വരെ കുൽദീപ് യാദവ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവൻ തുടങ്ങുന്ന കാലത്ത് ഇന്ത്യയിൽ ഒരു ചൈനമാൻ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഹോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഓസ്ട്രേലിയയുടെ ഒരു ബൗളർ ഉണ്ടായിരുന്നു. ആ ഹോഗ് മാത്രമേ ഞാൻ അദ്ദേഹത്തെയാണ് പിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എനിക്ക് ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അവനാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് മുഴുവൻ ചെയ്തതും അതിന് പിന്നാലെ വർക്കൗട്ട് ചെയ്തതും ഒക്കെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടല്ല. അതൊക്കെ അവൻ്റെ താല്പര്യത്തിൽ അവൻ സ്വന്തമായിട്ട് ചെയ്തെടുത്ത സംഗതികളാണ്. അതെ, വിഘ്നേഷ് എന്തായാലും ഒരു വരവറിയിച്ച തുടക്കം തന്നെ വിഘ്നേഷിന് ലഭിച്ചു കഴിഞ്ഞു. ഇനി വിഘ്നേഷിന്റെ കരിയറിൽ വിഘ്നേഷ് നേട്ടങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകാൻ ഒരുപാട് ദൂരവും ബാക്കിയുണ്ട്. എന്നാലും നമ്മൾ ഇപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങിയല്ലേ? തീർച്ചയായും. അതെ, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു സ്റ്റാർട്ടാണ് അവന് കിട്ടിയത്. ഞാൻ അതിൽ മതിമറക്കാതെ എന്ത് ചെയ്യുക, ഇനിയും ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാം. വിഘ്നേഷിന്റെ കരിയറിലെ തന്നെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു മുഹമ്മദ് ഷെരീഫ് കൊടുത്ത നിർദ്ദേശം. ഒപ്പം തന്നെ വിഘ്നേഷിനെ ക്രിക്കറ്റ് ക്യാമ്പിൽ എത്തിച്ചതും മുഹമ്മദ് ഷെരീഫ് എന്ന ഉസ്താദാണ്. തുടർന്നും വിഘ്നേഷിന്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ ഷെരീഫിന്. നമ്മുടെ വിഘ്നേഷ് എന്ന് പറഞ്ഞ ക്രിക്കറ്റർ നമുക്കെല്ലാവർക്കും അറിയാം. വിഘ്നേഷിനെ ക്രിക്കറ്റിലോട്ട് എത്തിക്കാൻ സഹായിച്ചത് ഈ പറയുന്ന ഉസ്താദാണ്. ഉസ്താദല്ലായിരുന്നു ആ സമയത്ത്. അവർ തമ്മിലുള്ള സൗഹൃദം, ആ സൗഹൃദമാണ് ഈ വിഘ്നേഷിനെ ക്രിക്കറ്റിലോട്ടുള്ള അദ്ദേഹത്തെ എത്തിക്കാൻ നമുക്കൊക്കെ ജീവിതത്തിൽ ആരിലൊക്കെ കാണും, നമുക്ക് ട്രാക്ക് ഇട്ട് തരുന്ന
ആ ട്രാക്ക് വിഘ്നേഷിന് ഒരു ട്രാക്ക് ഇട്ട് കൊടുത്ത വ്യക്തി ഇദ്ദേഹമാണ്, ഈ ഉസ്താദാണ്. നമ്മൾ പൊതുവെ ഉസ്താദുകളെ കാണുന്നത് പല കാര്യങ്ങളും വിമർശിക്കാൻ വേണ്ടി മറ്റുള്ള സ്വാതന്ത്ര്യങ്ങൾ വിലക്കാൻ വേണ്ടിയുള്ളവരാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടാണ്. പല ഉസ്താദുകളും സോഷ്യൽ മീഡിയയിൽ കാണാൻ നമുക്കറിയാം, തൊപ്പിയൊക്കെ വെച്ച് വന്നിട്ട് അവരങ്ങനെ ചെയ്യല്, അവർക്ക് താക്കീത് കൊടുത്ത് ഇവർക്ക് താക്കീത് കൊടുത്തൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഈയിടെയായിട്ട് ഉസ്താദുമാർക്ക് ഒരു വിമർശനം. കാരണം ഈ ഒരു ഉസ്താദാണ് നമ്മുടെ ഷമ്മി കളിക്കുന്നതിന് സമയത്ത് അദ്ദേഹത്തിന് വെള്ളം കുടിച്ചപ്പം നോമ്പാണ്, വെള്ളം കുടിച്ചുകൊണ്ട് ഷമ്മി ക്രിമിനലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വന്നിരുന്നത്. അതിനുശേഷം വീണ്ടും എന്തൊരു ഇഷ്യൂ ആയിട്ട് ഒരു ഉസ്താദ് വീണ്ടും വന്നിരുന്നത്. അങ്ങനെ ക്രിക്കറ്റിന് എതിരെ വന്നുകൊണ്ടിരുന്ന ഉസ്താദുക്കൾ ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ചെറുപ്പക്കാരൻ ഈ ഉസ്താദ് അദ്ദേഹം വിഘ്നേഷിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം വളരെ എളിമയോട് പറയുന്നുണ്ട്. ഞാനത് ഓർക്കുന്നില്ല, അവനെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. പിന്നെ അവന്റെ ഹാർഡ് വർക്ക് ആയിട്ട് വീട്ടുകാരൊക്കെ, ഞാൻ വീട്ടുകാരുടെ വീഡിയോ കണ്ടിരുന്നു, നേരെ വേറൊരു വീഡിയോ. അത് പേരൻസ് ഒക്കെ എല്ലാവരും ഈ ഉസ്താദിനെ കുറിച്ചാണ് പറയുന്നത്. എവിടെ ചോദിച്ചാലും വിഘ്നേഷ് ഉസ്താദിന്റെ കാര്യം എല്ലാവരും പറയുന്നത്. നല്ലൊരു സ്നേഹമുള്ള വ്യക്തിത്വമാണ് ഈ ഉസ്താദ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തർക്കിക്കുന്നതും നമുക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്ന ആയ ഉസ്താദുമാരെ കണ്ടിട്ട് അദ്ദേഹമായിട്ട് ഇദ്ദേഹത്തെ കമ്പയർ ചെയ്യില്ല. നല്ല മനസ്സുള്ള ഇതുപോലത്തെ ഉള്ള ആൾക്കാർ മൂലം പല ആൾക്കാർക്കും ഉന്നതങ്ങളിലോട്ട് എത്താൻ സാധിക്കും. നമ്മൾ കാണുന്ന പല ഉന്നതങ്ങളിൽ എത്തിയിരിക്കുന്നവരും ഇതുപോലെ നല്ല മനസ്സും സ്നേഹവും ഉള്ള പലരുടെയും ഒരു പുഷാണ്. എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ആരിലേക്ക് കാണും. നിങ്ങൾ കയറി ഉയർന്ന മുകളോട്ടെത്തുമ്പം അവരെ മറക്കാതിരിക്കുക. കാരണം വന്ന വഴി മറക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ നമുക്ക് പല സംഭവങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഉയർന്ന മുകളോട്ടത്ത് പോകുമ്പം ഒരു പക്ഷേ നമ്മുടെ തിരക്കുകൊണ്ടായിരിക്കും നമ്മൾ മറന്നു പോകുന്നത്. അങ്ങനെ മറക്കാതിരിക്കുക. ഇപ്പോൾ ഈ വിഘ്നേഷ് ഓർത്ത് വെച്ച പോലെ നമ്മുടെ ജീവിതത്തിലും ആരിലൊക്കെ കാണും, അവരെ മറക്കാതിരിക്കാൻ ശ്രമിക്കുക. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ അന്വേഷിക്കുക, അവരെ കണ്ടെത്തുക, അവരോട് ഒരു സന്തോഷത്തോട് സംസാരിക്കുക, ഒന്ന് ഹഗ് ചെയ്യുക. പിന്നീട് നമ്മൾ ഓർത്ത് വരുമ്പോൾ ചിലപ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.